നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ പുതിയൊരു കുർത്തയാണ്. ഒരു തവണ ഇട്ടിട്ടുള്ളൂ. ഇതെൻ്റെ മോൾ എനിക്ക് വാങ്ങി തന്നതാണ് കേട്ടോ. റൗണ്ട് ഷേപ്പുള്ള കുർത്തയാണ്. കയ്യിൽ പ്രത്യേകിച്ച് ചെറിയൊരു ലേസിൻ്റെ വർക്കേ ഉള്ളൂ. മോളുടെ കോളേജിൽ മ്യൂസിക് ട്രൂപ്പുണ്ട്. അപ്പോൾ അതിന് മോൾ പങ്കെടുക്കാൻ പോയപ്പോൾ അവർക്ക് പ്രൈസ് കിട്ടിയത്. അപ്പോൾ എനിക്ക് മോൾ ഒരു കുർത്ത വാങ്ങി തന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ റൗണ്ട് ഷേപ്പിനെ മാറ്റിയിട്ട് നെക്കിനൊരു വേറൊരു ഷേപ്പ് കൊടുക്കാൻ പോവുകയാണേ. ഇത് ഞാൻ സാധാരണ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് ഏതെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ വാങ്ങി തരുമ്പോൾ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യാറൊക്കെ ഉണ്ട്. എൻ്റെ കയ്യും ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. വീഡിയോ മുഴുവനായി കാണണേ. അപ്പോൾ അത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നെക്കിൻ്റെ പോർഷൻ സെൻറ്റർ പോർഷൻ അടയാളപ്പെടുത്തണം. ഷോൾഡറിൽ കൃത്യമായിട്ട് പിടിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഷോൾഡർ കൂട്ടി പിടിക്കുക, നെക്ക് വരെ ഇങ്ങനെ വൃത്തിയായിട്ട് ഒരേ അളവ് വൃത്തിയായിട്ട് പിടിക്കണം. ഒരേ സ്റ്റിച്ചിൻ്റെ ഭാഗം നോക്കിയിട്ട് പിടിക്കുക. എന്നിട്ട് സെൻറ്റർ പോർഷൻ അടയാളപ്പെടുത്തുക. സെൻറ്റർ പോർഷൻ അവിടെ കാണുന്നുണ്ട്. അതാ കണ്ട ഷോൾഡറിൻ്റെ അവിടെ കൃത്യമായിട്ട് ഒരേ സ്റ്റിച്ച് ഒരേ ലെവലിൽ വേണം പിടിക്കാൻ. എന്നിട്ട് ഇതിപ്പോൾ എംബ്രോയ്ഡറി കുറച്ച് ഭാഗം ഫ്രണ്ടിലുണ്ട്. അതിൻ്റെ ഇത് 4.25 ഇഞ്ചാണ് അതിൻ്റെ വീതി പറയുന്നത്. അപ്പോൾ അപ്പുറം ഇപ്പുറം ഒരേ അളവിൽ വരുന്ന വിധത്തിൽ പിടിക്കുക. ഷോൾഡർ പിന്നെ സ്റ്റിച്ചിൻ്റെ അവിടെയും ഒരേപോലെ ഇരിക്കണം കേട്ടോ. 1 ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ വേണം ഇത് ചെയ്യാൻ. ചിരിഞ്ഞു പോയാൽ കഴുത്തിൻ്റെ ഷേപ്പ് മാറുകയും. ഇനിയിപ്പോൾ ഇത് ഞാൻ കൃത്യം 3 ഇഞ്ച് വെച്ചിട്ടാണ് വെട്ടാൻ പോണം കേട്ടോ. വെട്ടുന്നതിന് മുമ്പേ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ അത് കൃത്യമായിട്ട് വീഴുള്ളൂ. ആ സെൻറ്റർ പോർഷനിൽ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ട 3 ഇഞ്ച് വെട്ടിയിട്ട് കൃത്യമായിട്ടുണ്ട്. ഒരു നുള്ളു പോലും ചെരിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു പീസ് വെച്ചിട്ട് നമുക്കത് അടിച്ച് മറിക്കണം. അതിന് ഞാൻ പിന്നെ നല്ല വശത്താണ് പീസ് വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല വശത്ത് പീസ് വെച്ച് ചീത്ത വശത്ത് വേണം നമുക്കിത് അടിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ കാരണം നമുക്കറിയാമല്ലോ, അടിച്ച് മറിക്കാനാണ്. വൃത്തിയായിട്ട് നമ്മൾ പുതിയ ചുരിദാർ എങ്ങനെ വാങ്ങുമ്പോൾ അതേപോലെ നെക്ക് കിട്ടും. ഒരു വ്യത്യാസം ഇല്ലാതെ നെക്ക് കിട്ടും കേട്ടോ. ഇതിൻ്റെ ഇപ്പം ഞാൻ അടിക്കുകയാണ്. അത് ചീത്ത വശത്ത് വെച്ചിട്ട് അടിക്കണം കേട്ടോ. നല്ല വശത്താണ് പീസ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതടിച്ച് എടുക്കുകയാണ്. സെൻറ്റർ പോയിൻറ്റിലെത്തി തിരിച്ചെടുക്കുകയാണ്. തിരിച്ചെടുത്തു. ഇനി ഇതിൽ ഓരോ നടുവിൽ വെച്ചിട്ട് ഇതിൻ്റെ നടുവിൽ വെച്ചിട്ട് ആ അടിച്ച വരെ ഓരോ വെട്ട് കൊടുക്കണ്ടേ. അതൊക്കെ വെട്ടിയിട്ട് ഈ പീസ് വെച്ചിട്ടുള്ള ആ പീസിന് നമ്മൾ ഉള്ളിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്നും കൂടെ അടിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഈ കഴുത്തിൻ്റെ വക്ക് മാത്രമേ അടിക്കണുള്ളൂ കേട്ടോ. കഴുത്തിൻ്റെ വക്ക് 1-2 വട്ടം അടിച്ചിട്ട് ബാക്കിയുള്ള എൻഡ് പോർഷനിൽ ഞാൻ കൈകൊണ്ട് തുന്നുകയാണ്. കാരണം അത് മെഷീനിൽ അടിക്കാൻ പോയാൽ ചെറിയൊരു എംബ്രോയ്ഡറി ഉള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ ഭംഗി പോവും. മാത്രമല്ല സ്റ്റിച്ച് ആവശ്യമില്ലാതെ വീഴുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ എഡ്ജ് മാത്രമാണ് ഒന്ന് അടിച്ച് പിടിപ്പിക്കുന്നുള്ളൂ. എഡ്ജ് കഴിഞ്ഞാൽ കൈകൊണ്ട് ഹെമ്മിങ് ചെയ്യാണ് കേട്ടോ. ഒരു വട്ടം കൂടി അടിച്ചിട്ട് ബാക്കിയുള്ള തുണി ഉണ്ടല്ലോ, ആ പീസ് വെച്ച തുണിയുടെ ബാക്കി മുകളിലേക്ക് നിൽക്കുന്നത് ഉള്ളിലേക്ക് തന്നെ മടക്കിയിട്ട് വേണം തയ്ക്കാൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണ നമ്മൾ റെഡിമെയ്ഡൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പോർഷനൊക്കെ ഉള്ളിലേക്കാണല്ലോ വരിക. ഇതിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചെറിയൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക. കുറച്ച് അധികമുള്ള തുണി ഉണ്ടല്ലോ, അത് ഉള്ളിലേക്ക് മടക്കി വെച്ച് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ച് ചെറിയൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ നെക്ക് പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് കൈയാണ്. കയ്യും ഇതേപോലെ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ ടോപ്പ് ഭാഗവും പിന്നെ കയ്യിൻ്റെ അറ്റവും ഒരേ സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് നോക്കി പിടിക്കണം കേട്ടോ. നോക്കി വെച്ച് വേണം ചെയ്യാൻ.
ഇതിപ്പോൾ ഒരു 12 ഇഞ്ചിൽ വെച്ചിട്ടാണ് ഞാൻ 12 ഇഞ്ച് ഒരു 14 15 ഇഞ്ച് നീളമുണ്ടായിരുന്നു. പിന്നെ കൈ ഞാൻ അത്ര നീളമുള്ള കൈ ഇടാറില്ല. ഇതൊരു 12 ഇഞ്ചിൽ വെച്ചിട്ട് ഞാൻ ബാക്കി വെട്ടിക്കളഞ്ഞിട്ട് ഇതിൻ്റെ കണ്ടോ നെറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് ഇനി ഇതിനെ ഞാൻ കൈ മടക്കി തയ്ക്കില്ലേ അവിടേക്കൊരു ഡിസൈൻ വർക്കിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ വെട്ടിയെടുക്കുന്നത്. നല്ല പാകമാണ്. 2 കൈയിൻ്റെയും ഏകദേശം ഒരു 2 ഇഞ്ചോളം കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇതൊരു 2 ഇഞ്ച് പോരാ, ഒരു 3 ഇഞ്ച് ഉണ്ടായിരിക്കും. 3 ഇഞ്ച് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ 4ആയിട്ട് മടക്കിയിട്ടാണ് ഇത് തയ്ക്കുന്നത്. എന്താ ചെയ്യുന്നത് വെച്ചാൽ 4ആക്കി മടക്കി തയ്ച്ച വശം ഉള്ളിലേക്ക് ഇടുകയാണ്. ഒരു പിന്നുകൊണ്ട് തയ്ച്ച വശത്തുനിന്ന് പിന്ന് കുത്തിയിട്ട് തയ്ച്ചത് നമ്മൾ ഉള്ളിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്താ പറയുക, സ്റ്റിച്ച് ഉള്ളിലേക്ക് കിടക്കുകയും ചെയ്യും, ഒരു ഡിസൈൻ വർക്ക് കയ്യിൽ ചെയ്യുകയും ചെയ്യാം. അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇതും ഒരു 4 ഇഞ്ചേ ഉള്ളൂ കേട്ടോ. സൂചി കുത്തിയിട്ട് ആ അടീനെ ഞാൻ ഉള്ളിലേക്ക് ഇടുകയാണ്. എന്നിട്ട് നല്ല വശം പുറത്തേക്കും ഇടുകയാണ്. അങ്ങനെ രണ്ടും ചെയ്യണേ. വളരെ എളുപ്പമാണ്. ഇത് ചെയ്യാത്തവർക്ക് ആർക്കെങ്കിലും അറിയില്ല എന്ന് വെച്ചാൽ ഇത് പിന്നീട് ഒറ്റയ്ക്കൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഇത് എഡ്ജൊക്കെ വെട്ടി വൃത്തിയാക്കി 2 കൈയിൻ്റെ തന്നെ ചെയ്യണത്. ഇതിൻ്റെ തയ്ക്കുമ്പോൾ വല്ലാതെ അറ്റത്ത് കൊണ്ട് തയ്ക്കരുത് കേട്ടോ. ഏകദേശം ഒരു 3/4 ഭാഗത്ത് വെച്ച് തയ്ക്കണം. അപ്പോൾ എന്താ മെച്ചമെന്ന് വെച്ചാൽ കുറച്ച് കട്ടി കിട്ടും കയ്യിന്. ആ ഒരു ഡിസൈൻ ചെയ്ത് വരുമ്പോൾ കുറച്ച് കുഴഞ്ഞ് കിടക്കില്ല, അതിന് വേണ്ടിയിട്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ മടക്കി തയ്ക്കുക. കൈ സാധാരണ നമ്മൾ കൈ മടക്കി തയ്ക്കും പോലെ മടക്കി തയ്ക്കുക. അതിൻ്റെ സെൻട്രൽ പോർഷൻ അടയാളപ്പെടുത്തിയിട്ട് അവിടെ വേണം, ഇത് കണ്ടോ, സാധാരണ അടിക്കും പോലെ അടിക്കുക. എന്നിട്ട് അതിൻ്റെ സെൻട്രൽ പോർഷനിൽ സ്റ്റിക്ക് പോലെ ആക്കിയിട്ടുണ്ടല്ലോ, ആ തുണി വെച്ച് കൊടുക്കുക. സെൻട്രൽ പോർഷൻ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുക കേട്ടോ. എന്നിട്ട് അവിടെ അത് വെച്ച് കൊടുക്കുക. സാധാരണ തയ്ക്കും പോലെ തയ്ച്ചെടുക്കുക. ഇത്രയേ വേണ്ടൂ. കഴിഞ്ഞു. അതുപോലെ 2 കൈയും ഇതുപോലെ ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കൂ. ഞാനിത് ചെയ്തിരിക്കുന്ന 4 ഇഞ്ചിലാട്ടോ. 4 ഇഞ്ചാണത്. അത്ര മതിയാവും. ഒന്നും കൂടെ മുകളിലേക്ക് തുണിയിൽ വെച്ച് പിടിപ്പിച്ച് വരുമ്പോഴേക്കും 4 ഇഞ്ച് മതിയാവും. അല്ലാതെ നീളം കൂടിയ വൃത്തികേടാക്കണ്ട, 4 ഇഞ്ചേ ഉള്ളൂ. ഓക്കെ. അങ്ങനെ 2 കൈയിൻ്റെയും ബാക്കിയുള്ളൊന്ന് വെട്ടിക്കളയാം. ഏകദേശം ഒരു 4.25 ഉണ്ടായിരുന്നു അത്. ഇനി ഇത് വെച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ കുറച്ച് ബീഡ്സ് വർക്ക് ചെയ്തതാണ്. കാരണം അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് മുകളിൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബോഡിയിൽ കുറച്ച് ബീഡ്സ് വർക്കും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ ഇതെന്താ, ഞാൻ ഓരോ ലൈനായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയും കൂടി ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ വർക്കുണ്ട് അതിൽ, ആ വർക്കിൻ്റെ നടുവിൽ ബീഡ്സ് വെച്ചിട്ട് ഗ്യാപ്പിട്ടിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് ബാക്ക് സ്റ്റിച്ചായിട്ടാണ് ചെയ്യുന്നത്. ബാക്ക് സ്റ്റിച്ചായി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബീഡ്സിന് ഉറപ്പുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു കള്ളിയുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു വർക്കാണത്. അപ്പോൾ ഒരു കള്ളിയുടെ ഉള്ളിൽ ഒരു മുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മൊത്തം ബാക്ക് സ്റ്റിച്ച് തന്നെ കേട്ടോ. നീളത്തിൽ ഒരു 2 ഭാഗത്തും ലെങ്ത്തായിട്ടാണ്, 2 ഭാഗത്തുമായിട്ടാണ് ആ ചെയ്തിരിക്കുന്നത്. 2 ലൈന് ചെയ്തിട്ടുള്ളൂ. ബാക്ക് സ്റ്റിച്ചാണ് കണ്ടോ. മുത്തെടുക്കുക, ബാക്കിലേക്ക് തുന്നുക. ഞാൻ ഈ ബീഡ്സ് വർക്കിൻ്റെ ഇത് മാത്രമല്ല, വേറെയും കുറേ മോഡൽ നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യാം. ഇതിൻ്റെ ഒരു വീഡിയോ നെക്സ്റ്റ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഒത്തിരി നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ മുത്ത് കോർത്തു, ബാക്കിലേക്ക് കണ്ടോ, മനസ്സിലായല്ലോ. ബാക്കിലേക്കാണത് തുന്നി ഇട്ടിരിക്കുന്നത്. നല്ല ഉറപ്പായിട്ട് നിൽക്കും. നമുക്കിതിന് ഫ്രെയിമൊന്നും ചെയ്യണമെന്നില്ല.
നമുക്ക് തയ്ച്ച് കഴിഞ്ഞാൽ ഏത് ഡ്രസ്സും നമുക്ക് ഇതുപോലെ മാറ്റം വരുത്താൻ പറ്റും. പ്രത്യേകിച്ച് വട്ടക്കഴുത്തൊക്കെ ആണെങ്കിൽ പിന്നെ പറയുന്നത് വേണ്ടേ, വളരെ എളുപ്പമാണ്. അതുപോലെ ഇത് ഇങ്ങനെ തുണി മേടിച്ച് ഇതുപോലെ ബീഡ്സ് വർക്കും ഒക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട്. അധികം വർക്കൊന്നുമില്ലാത്ത തുണി മേടിക്കുക, അപ്പോൾ നമുക്ക് ഒരുപാട് വിലയും കൊടുക്കേണ്ടി വരില്ല. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇഷ്ടപ്പെട്ട സിമ്പിളായിട്ടുള്ള വർക്കുകളും ചെയ്യുക. അപ്പോൾ നല്ല ലുക്കായിരിക്കും അത്. പിന്നെ സാധാരണ കടകളിലൊക്കെ ബീഡ്സ് വർക്കൊക്കെ ചെയ്ത് വരുമ്പോൾ നല്ല വില വരിക്കും. അപ്പോൾ ഇത് നമുക്ക് തന്നെ ഇങ്ങോട്ട് സ്വയം ചെയ്യാമല്ലോ. അപ്പോൾ അതൊരു ലൈൻ കഴിഞ്ഞു കേട്ടോ. ബാക്ക് സ്റ്റിച്ചാണ് ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരു ലൈൻ കഴിഞ്ഞു, കെട്ടിയിട്ടു. ഇനി അടുത്തത് ഇതിൻ്റെ എഡ്ജ് ഭാഗത്തായിട്ടാണ് ചെയ്യുന്നത്. ഇത് ഞാൻ 3 മുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കണ്ടോ, 3 മുത്ത്. ഇത് ഞാൻ ഫ്രെയിമൊന്നും ഇടില്ല. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 ലൈൻ കിട്ടിയിട്ട് ആ നൂല് വലിച്ചു പിടിക്കുക. എന്നിട്ട് അതിൻ്റെ വലിച്ചു പിടിച്ചിട്ട് ഇത് ഞാൻ റണ്ണിങ് സ്റ്റിച്ചിലാണ് ചെയ്തത്. ആദ്യം ചെയ്ത് ബാക്ക് സ്റ്റിച്ചിൽ, ഇത് ഞാൻ റണ്ണിങ് സ്റ്റിച്ചിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് 3 മുത്ത് വെച്ച് കൊടുത്ത് വലിച്ചു പിടിക്കുക. എന്നിട്ട് അവിടെ സൂചി താഴത്തേക്ക് കുത്തിയിറക്കുക. അവിടെ സൂചി താഴത്തേക്ക് കുത്തിയിറക്കുക. കുത്തിയിറക്കിയിട്ട് ഇപ്പുറത്തേക്ക് എടുക്കുക. അത് ഇപ്പുറത്തേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുത്തി താഴത്തേക്ക് ഇട്ടിട്ട് പിന്നെ അവിടുന്ന് മുകളിലേക്ക് കുത്തിയെടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരേ അളവിൽ വേണം നമ്മൾ കുത്തിയെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഭംഗിയായിരിക്കും. നമ്മളിപ്പോൾ സാധാരണ അമ്മമാർ കണ്ടിട്ടില്ലേ, പിന്നെ കൂട്ടാനിലെ ഉപ്പും മുളകൊക്കെ അവർക്കൊരു കൈയളവ് ഉണ്ടായിരിക്കും. അതേപോലെയാണ് നമ്മളിത് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു കൈയളവ് വരും. അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ സ്കെയിൽ വെച്ചിട്ട് ചെറുതായിട്ട് ചോക്ക് കൊണ്ടൊരു മാർക്ക്, ഇതാണ് ചോക്കാകുമ്പോൾ മാഞ്ഞു പോകില്ല, ചോക്ക് കൊണ്ടൊരു മാർക്ക് ചെയ്തിട്ട് പിന്നെ സൂചി എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഏകദേശം എല്ലാം ഒരേ അളവിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഫൈനൽ ലുക്ക് കണ്ടോ? അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ, വർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം കേട്ടോ. എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, താങ്ക് യു.